ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത്തവണ വന്നിരിക്കുന്നത് ബ്രെഡ് ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഗുലാബ് ജാമുൻ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 7 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പും അതുപോലെ കുറച്ച് പാലും ചേർത്തിട്ട് ഇത് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് ബോൾസാക്കി എടുക്കാം. എനിക്കിവിടെ ഒരു 10 ബോൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ 7 സ്ലൈസ് ബ്രെഡ് കൊണ്ട്. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര, ഇതേ കപ്പിലാണ് 3/4 കപ്പ് പഞ്ചസാരയും അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ബോൾസ് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അതിനിടയിൽ ഞാൻ ഷുഗർ സിറപ്പ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ബോൾസും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടെ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 6 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് കൂടുതൽ ടൈം വെക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 6 ഹവേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ഗുലാബ് ജാമുൻ നല്ല സോഫ്റ്റായിട്ട് ഷുഗർ സിറപ്പുമായിട്ട് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ബദാം സ്ലൈസ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഗുലാബ് ജാമുൻ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ബ്രെഡ് മേടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയ റെസിപ്പീസും വീഡിയോസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.